തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തായിരുന്നു പാമ്പുമേക്കാട്ട് നമ്പൂതിരിയുടെ ഇല്ലം. അവിടെ പണ്ടുണ്ടായിരുന്നവർ വലിയ ഈശ്വര ഭക്തന്മാരും മന്ത്രതന്ത്ര നിപുണരുമായിരുന്നു. ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖത്താൽ വളരെ കഷ്ടപ്പെട്ടാണ് അവർ നിത്യവൃത്തി കഴിച്ചിരുന്നത്. അക്കാലത്തെ ഗൃഹസ്ഥൻ നമ്പൂതിരി തിരുവഞ്ചികുളത്ത് ഭജനത്തിന് പോയി. ശിവനായിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തി അനുഗ്രഹിക്കണമേ എന്നായിരുന്നു പാമ്പുമേക്കാട്ട് നമ്പൂതിരിയുടെ ഉള്ളഴിഞ്ഞുള്ള പ്രാർത്ഥന. നമ്പൂതിരിയുടെ ഭജന 12 കൊല്ലം നീണ്ടുനിന്നു. ഭജനം അവസാനിക്കാറായ ഒരു ദിവസം ക്ഷേത്രത്തിൽ അത്താഴ പൂജയും മറ്റും കഴിഞ്ഞ് എല്ലാവരും പോയി. ക്ഷേത്രവും പരിസരവും അന്ധകാരത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ നമ്പൂതിരി കുറച്ച് വെള്ളമെടുക്കാനായി ഒരു പാത്രമെടുത്ത് ക്ഷേത്ര മതിലിനകത്തുള്ള തീർത്ഥക്കുളത്തിലേക്ക് ചെന്നു. അപ്പോൾ കടവിൽ തേജസ്വിയായ ഒരു പുരുഷൻ നിൽക്കുന്നത് പാമ്പുമേക്കാട്ട് നമ്പൂതിരി കണ്ടു. ആരാണത്? നമ്പൂതിരി ചോദിച്ചു. ആളറിഞ്ഞിട്ട് മേക്കാടിന് എന്തു വേണം? വെള്ളം വേണമെങ്കിൽ മുക്കിയെടുത്തുകൊണ്ട് പോയിക്കൊള്ളണം, ആ ദിവ്യ പുരുഷൻ പറഞ്ഞു. വാക്കുകൊണ്ടും തേജോമയമായ രൂപം കൊണ്ടും അദ്ദേഹം കേവലം ഒരു മനുഷ്യനല്ലെന്ന് ഒരു ദിവ്യനാണെന്നും തോന്നിയതിനാൽ നമ്പൂതിരി ചിന്താഗമനായിരുന്നെന്നും ആ ദിവ്യപുരുഷന്റെ കയ്യിൽ തീക്കട്ട പോലെ തിളങ്ങുന്ന എന്തോ ഒരു സാധനം ഇരിക്കുന്നത് കണ്ട് നമ്പൂതിരിക്ക് ഉത്കണ്ഠയായി. ആ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്? നമ്പൂതിരി ചോദിച്ചു. മേക്കാട്ട് മാണിക്യക്കല്ല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്ന് മേക്കാട്ട് മറുപടി പറഞ്ഞു. കാണാൻ ആഗ്രഹമുണ്ടോ? കണ്ടാൽ കൊള്ളാമെന്നുണ്ടോ? നമ്പൂതിരി ദിവ്യന്റെ നേരെ കൈനീട്ടി. ഇത് അങ്ങോട്ട് തന്നാൽ മടക്കിത്തരാമെന്ന് നിശ്ചയമുണ്ടോ? ദിവ്യപുരുഷൻ ചോദിച്ചു. നിശ്ചയമുണ്ട്. ഉടൻ തന്നെ ആ ദിവ്യപുരുഷൻ ആ മാണിക്യക്കല്ല് നമ്പൂതിരിയുടെ കയ്യിലേക്ക് കൊടുത്തു. രത്നം കണ്ടപ്പോൾ നമ്പൂതിരിക്ക് വലിയ കൗതുകം തോന്നി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റെ ഒരു ഇഷ്ടക്കാരനായിരുന്നു പാമ്പുമേക്കാട്ട് നമ്പൂതിരി. ആ ദിവ്യരത്നം തമ്പുരാനെ കൂടി ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് നമ്പൂതിരിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഈ രത്നം ഒരാളെ കൂടി കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനാൽ ഇതൊന്ന് കൊണ്ടുപോയിട്ട് വരുന്നതിന് അനുവാദം തരണം. വേഗത്തിൽ പോയി വരാമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. എനിക്കിനി ഇവിടെ അധികം സമയം നിൽക്കാൻ നിവൃത്തിയില്ല, ദിവ്യപുരുഷൻ പറഞ്ഞു. ക്ഷണത്തിൽ വന്നേക്കാം. ഇത്രയും പറഞ്ഞിട്ട് നമ്പൂതിരി ആ രത്നം കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനെ കാണിച്ചു. ആ ദിവ്യരത്നം കണ്ടിട്ട് തമ്പുരാന് മടക്കി കൊടുക്കാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. ഇതിന് എന്ത് വില വേണമെങ്കിലും കൊടുത്തേക്കാം, ഈ മാണിക്യക്കല്ല് നമുക്ക് വേണം, തമ്പുരാൻ തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. നമ്പൂതിരി അത് സമ്മതിച്ചില്ല. ഇത് മടക്കി കൊടുക്കാതിരുന്നാൽ എനിക്ക് സത്യഭംഗം സംഭവിക്കും, അത് സങ്കടമാണ്. ഇങ്ങനെ നമ്പൂതിരി വീണ്ടും നിർബന്ധപൂർവ്വം പറഞ്ഞതിനാൽ മനസ്സില്ലാ മനസ്സോടെ തമ്പുരാൻ രത്നം നമ്പൂതിരിക്ക് മടക്കി കൊടുത്തു. നമ്പൂതിരി വേഗം ക്ഷേത്രത്തിൽ മടങ്ങിയെത്തി. അത് ദിവ്യനെ ഏൽപ്പിച്ചു. രത്നം കയ്യിൽ വാങ്ങിയ ഉടൻ ആ ദിവ്യൻ അദൃശ്യനായി ഭവിച്ചു. ആ ദിവ്യരത്നത്തിന്റെ ശോഭയിൽ പകൽ പോലെ പ്രകാശിച്ചിരുന്ന ആ സ്ഥലം പെട്ടെന്ന് ഇരുട്ടായി. നമ്പൂതിരിക്ക് കണ്ണുകൾ കാണാൻ വയ്യാതായി. ഉള്ളിൽ വല്ലാത്ത ഭയവും ജനിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിക്ക് കുറേശ്ശെ കണ്ണു കാണാറായി. അദ്ദേഹം തീർത്ഥക്കുളത്തിലേക്ക് ഇറങ്ങി വെള്ളം മുക്കിയെടുത്തുകൊണ്ട് മടങ്ങി. അന്ന് രാത്രിയിൽ കിടന്നിട്ട് നമ്പൂതിരിക്ക് തീരെ ഉറക്കം വന്നില്ല. ആ ദിവ്യ പുരുഷനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. കഷ്ടമായിപ്പോയി. ആ ദിവ്യൻ ആരാണെന്നറിയാനുള്ള പരമാർത്ഥം അറിയാൻ കഴിഞ്ഞില്ലല്ലോ. നിർബന്ധിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പരമാർത്ഥം പറയുമായിരുന്നു. ആ ദിവ്യരത്നം വിശ്വാസപൂർവ്വം തൻ്റെ കയ്യിൽ തന്ന അദ്ദേഹത്തെ നിർബന്ധിച്ചാൽ സത്യം പറയാതിരിക്കുമോ? അങ്ങനെ ചെയ്യാഞ്ഞത് വലിയ കഷ്ടമായിപ്പോയി. ഈ ചിന്തകളോടെ കിടന്ന മേക്കാട്ട് നമ്പൂതിരി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കമായി. എങ്കിലും അധികം താമസിക്കാതെ അദ്ദേഹം ഉണർന്നു. നിലാവിൻ്റെ പ്രകാശം കുറേശ്ശെ ഉണ്ടായിരുന്നതിനാൽ നമ്പൂതിരി നേരം പ്രഭാതമായെന്ന് കരുതി. 7:30 നാഴിക വെളുപ്പിന് കുളിച്ച് ഭജനമിരിക്കുന്ന ശീലമുണ്ടായിരുന്ന അദ്ദേഹം ആ സമയം കഴിഞ്ഞു പോയി എന്ന ചിന്തയോടെ പരിഭ്രമിച്ചെഴുന്നേറ്റു. കുളിക്കാനായി വേഗം തീർത്ഥക്കുളത്തിലെത്തി. അപ്പോഴും അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ആരാണത്? നമ്പൂതിരി ചോദിച്ചു. ഇതാരാണെന്നും മറ്റും അറിഞ്ഞിട്ടെന്തു വേണം? മേക്കാടിന് കുളിക്കാൻ നേരമായിട്ടില്ല, പോയി കിടന്നുറങ്ങോ. അഹസ് പകർന്നിട്ട് വേണം കുളിക്കാൻ. ആ ശബ്ദം കേട്ടും ശരീര തേജസ് കണ്ടും നമ്പൂതിരിക്ക് ആളെ മനസ്സിലായി.
നേരത്തെ കണ്ട ദിവ്യപുരുഷനാണെന്ന് ഉറപ്പായപ്പോൾ നമ്പൂതിരി അടുത്തു ചെന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചു. ശ്രീ പരമേശ്വരനാണ്, അവിടുന്ന് ആരാണെന്നുള്ള പരമാർത്ഥം എന്നോട് പറയണം. ആ ദിവ്യപുരുഷന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ഞാൻ സർപ്പരാജാവായ വാസുകിയാണ്. എന്നാൽ അവിടുത്തെ സാക്ഷാൽ രൂപം എനിക്ക് കാണിച്ചു തരണം. നമ്പൂതിരിയുടെ നിർബന്ധം കേട്ട് വാസുകി പറഞ്ഞു, അത് വേണ്ട, അത് കണ്ടാൽ അങ്ങ് ഭയപ്പെടും. മേക്കാട് നമ്പൂതിരി പിന്നെയും നിർബന്ധിച്ചു. അപ്പോൾ വാസുകി തന്റെ ദേഹം ചുരുക്കി ശിവന്റെ കൈവിരലിൽ മേൽ കിടക്കുന്ന മോതിരത്തോളമാക്കി കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ പോലും നമ്പൂതിരി ഭയപ്പെട്ട് നിലത്തു വീണു. 3 നാഴിക കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബോധം വീണത്. ഉടനെ വാസുകി ചോദിച്ചു, എന്താണ് വരം വേണ്ടത്? അപ്പോൾ നമ്പൂതിരി താഴ്മയായി അപേക്ഷിച്ചു, അവിടുത്തെ സാന്നിധ്യം സദാ എൻ്റെ ഇല്ലത്തുണ്ടായിരിക്കണം. എൻ്റെ ദാരിദ്ര്യ ദുഃഖം തീർക്കുകയും വേണം. ഇതല്ലാതെ അടിയന് മറ്റൊന്നും വേണ്ട. ശരി, അങ്ങനെ ചെയ്യാം. മേക്കാടിൻ്റെ ഭജനം 12 കൊല്ലം തികയാൻ ഇനി 3 ദിവസം മതിയല്ലോ. അത് കഴിഞ്ഞാലുടൻ ഇല്ലത്തേക്ക് പോയിക്കൊള്ളുക. അപ്പോഴേക്കും ശിവഭഗവാന്റെ അനുവാദം വാങ്ങിക്കൊണ്ടുവന്ന് മേക്കാടിൻ്റെ ആഗ്രഹം സാധിച്ചു തരാം. ഇനി കുളിക്കാൻ വൈകണ്ട, സമയമായിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് വാസുകി അപ്രത്യക്ഷമായി. സന്തോഷഭരിതനായ നമ്പൂതിരി കുളിക്കാനും പോയി. 2-3 ദിവസം കൂടി ഭജനമിരുന്ന ശേഷം നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങിയെത്തി. ഓലക്കുട കിഴക്കിനിയിൽ വച്ചിട്ട് നമ്പൂതിരി കുളിയും നിത്യകർമാനുഷ്ഠാനങ്ങളും കഴിച്ചിട്ട് വന്നു. എന്നിട്ട് ഓലക്കുട എടുക്കാനായി ഭാവിച്ചപ്പോൾ അതിന്മേലൊരു പാമ്പിനെ കണ്ട് അദ്ദേഹം ഭയപ്പെട്ടു. ഉടനെ ആ പാമ്പ് താഴെ ഇറങ്ങി. തൽക്ഷണം അത് വാസുകിയുടെ രൂപം കൈക്കൊണ്ടു. മേക്കാട് ഭയപ്പെടേണ്ട, ഞാൻ വാസുകി തന്നെയാണ്. അങ്ങയുടെ സത്യസന്ധതയും ഭക്തിയും മൂലം ശ്രീ പരമേശ്വരൻ അങ്ങയോട് അത്യന്തം പ്രസാദിച്ചിരിക്കുന്നു. ഭഗവാന്റെ അരുൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യ ദിവസം കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തന്ന മാണിക്യക്കല്ലിതാണ്. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ, സൂക്ഷിച്ചു വച്ചു കൊള്ളണം. ഇതിരിക്കുന്നിടത്ത് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ബാധിക്കുകയില്ല. ഇനി ഇവിടെ ഒരു നാഗയക്ഷിയും വന്നു ചേരും. അപ്പോഴും മേക്കാട് ഭയപ്പെടേണ്ട. വാസുകി ആ ദിവ്യരത്നം നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും ആ ഇല്ലത്തിലെ മൂത്ത അന്തർജനം അവിടെ എത്തി. സുജനഗ്രഹത്തിൽ ഒരു സദ്യക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു അവർ. ആ അന്തർജനം അവരുടെ മറക്കുട ഇറയത്ത് വച്ചിട്ട് അകത്തേക്ക് കയറി. ആ കുടയിൽ നിന്നും ഒരു പാമ്പ് താഴെ ഇറങ്ങി ഇഴഞ്ഞു വാസുകിയുടെ അരികിലെത്തി. ആ പാമ്പ് സർവാംഗ സുന്ദരിയായ ഒരു ദിവ്യ സ്ത്രീയുടെ രൂപം ധരിച്ചു വാസുകിയുടെ അടുക്കൽ നിന്നു. വാസുകി നമ്പൂതിരിയോട് പറഞ്ഞു, ഞങ്ങളുടെ 2 പേരുടെയും പ്രതിമകൾ ഉണ്ടാക്കി വച്ച് ഈ കിഴക്കരയിൽ തന്നെ പ്രതിഷ്ഠിക്കണം. ഞങ്ങളെ കുടുംബ പരദേവതകളായി വിചാരിച്ച് എന്നും പതിവായി പൂജിച്ച് വന്ദിച്ചു കൊള്ളണം. അങ്ങനെ ചെയ്താൽ ഇവിടെ ശ്രേയസ്സിന് ഒരു കുറവും വരികയില്ല. പാമ്പുകൾ മുറയ്ക്ക് ഇനിയും ഇവിടെ വന്നു ചേരും. ഒന്നിനെയും പ്രത്യേകം പ്രതിഷ്ഠിക്കേണ്ട. ഈ ഇല്ലവും പറമ്പും സർപ്പങ്ങളുടെ സങ്കേതമായി സങ്കല്പിച്ചു കൊണ്ടാൽ മതി. ഇവിടെ മലമൂത്ര വിസർജനങ്ങൾക്കും തുപ്പാനും എച്ചിൽ കൈ കഴുകാനും പ്രത്യേകം സ്ഥലങ്ങളുണ്ടാക്കിക്കൊള്ളണം. അതാത് കാര്യങ്ങൾ അതാതിടത്തല്ലാതെ തുപ്പാൻ പോലും പാടില്ല. അടുക്കളയിലല്ലാതെ പുറത്തെങ്ങും തീ കത്തിക്കരുത്. മുറ്റത്തും പറമ്പിലുമൊക്കെ പാമ്പിനെ കണ്ടാലും ആരും ഭയപ്പെടരുത്. ഈ പാമ്പുകളെ ചവിട്ടുകയോ മറ്റോ ചെയ്താലല്ലാതെ ഇവ കടിക്കുകയില്ല. ഈ ഇല്ലത്തുള്ളവരെ പാമ്പ് കടിച്ചാലും വിഷം ബാധിക്കുകയില്ല. വിഷം കടിക്കുന്ന പാമ്പിനെ തന്നെ ബാധിക്കും. അങ്ങനെ വന്നാൽ ആ പാമ്പിനെ ബാധിക്കുന്ന വിഷമിറക്കി വിട്ടേക്കണം, അല്ലെങ്കിൽ അവ ചത്തുപോകും. അന്യന്മാരെ പാമ്പുകൾ കടിച്ചാൽ ഈ ഇല്ലത്തുള്ളവർ വിഷമിക്കരുത്. എന്നാൽ സർപ്പകോപം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്യുന്നതിന് വിരോധമില്ല. ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഈ കിഴക്കിനിയിൽ 2 വിളക്കുകളിൽ പറ്റിപ്പിടിക്കുന്ന മഷിയും ആ വിളക്കുകളിലെ എണ്ണയും സർപ്പകോപം മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് സിദ്ധ ഔഷധമായിരിക്കും. ഞാനീ പറഞ്ഞവയെല്ലാം ഈ ഇല്ലത്ത് ഇനി ഉണ്ടാകുന്നവർക്കും തലമുറയായി ഉപദേശിച്ചു കൊടുത്തുകൊള്ളണം. ഇനി ആവശ്യപ്പെടുമ്പോൾ കാണാം. ഇത്രയും അരുൾ ചെയ്ത ശേഷം വാസുകിയും നാഗയക്ഷിയും അപ്രത്യക്ഷമായി. നമ്പൂതിരി വാസുകി പറഞ്ഞതുപോലെ കിഴക്കനയിൽ
നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചു. വിസർജ്യ വസ്തുക്കൾ നിക്ഷേപിക്കാനായി പ്രത്യേകം സ്ഥലങ്ങളുണ്ടാക്കി. അടുത്തുള്ള പറമ്പിൽ ഒരു ഉപഭവനവും നിർമ്മിച്ചു. നാഗപ്രതിഷ്ഠയ്ക്ക് മുമ്പിലായി 2 വിളക്കുകൾ കെടാതെ കത്തിച്ച് നിർത്തുകയും ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ആ ഇല്ലത്ത് നാഗദൈവങ്ങളുടെ ചൈതന്യം പ്രകടമായി. നമ്പൂതിരിയുടെ ദാരിദ്ര്യം പൂർണ്ണമായി മാറുകയും ചെയ്തു. സമ്പത്ത് വർദ്ധിക്കാനും തുടങ്ങി. അന്നു മുതൽ മേക്കാട്ട് നമ്പൂതിരി എന്ന ഇല്ലപ്പേര് മാറി പാമ്പുമേക്കാട്ട് നമ്പൂതിരി എന്നായി തീർന്നു. അതിന് പ്രസിദ്ധിയും വർദ്ധിച്ചു. പാമ്പുമേക്കാട്ട് ഇല്ലത്തിന് ഭജന നടത്താനായിട്ടും സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പ്രതിവിധി ചെയ്യുന്നതിനുമായിട്ടും ദിവസവും ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി. അവർക്കൊക്കെ ഫലങ്ങളും ഉണ്ടായി. ഇല്ലം വകയായി ആണ്ടുതോറും വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 41 ദിവസം സർപ്പബലി നടത്തി പോരുന്നുണ്ട്. ഇത് കൂടാതെ ഭക്തജനങ്ങളുടെ വഴിപാടായും സർപ്പബലി നടക്കുന്നുണ്ട്. പാമ്പുമേക്കാട്ട് നമ്പൂതിരിയുടെ രോഗമെല്ലാം പരന്നു. സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളും മറ്റു ദോഷങ്ങളും മാറിക്കിട്ടാൻ ആ ഇല്ലത്തുള്ളവർ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന വിശ്വാസവും ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചു. അക്കാലത്തുണ്ടായിരുന്ന ഒരു പാണ്ഡ്യരാജാവിന് കുഷ്ഠത്തിന്റെ ഛായയുള്ള ഒരു ത്വക്ക് രോഗം ബാധിച്ചു. പല ചികിത്സകൾ ചെയ്തിട്ടും ഫലമുണ്ടായില്ല. അപ്പോഴാണ് പാമ്പുമേക്കാട്ട് നമ്പൂതിരിയെക്കുറിച്ച് അറിയാനിടയായത്. ഉടനെ രാജാവ് ആളിനെ അയക്കുകയും അന്നു ഗൃഹസ്ഥനായിരുന്ന നമ്പൂതിരിയെ പാണ്ഡ്യയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. നമ്പൂതിരിയുടെ ചികിത്സ മൂലം വളരെ പെട്ടെന്ന് പാണ്ഡ്യരാജാവിന് രോഗം മാറി പൂർണ്ണ സുഖം കൈവന്നു. രാജാവ് നമ്പൂതിരിക്ക് വളരെയേറെ സമ്മാനങ്ങളും പണവും കൊടുത്തു. സംതൃപ്തനാക്കിയാണ് മടക്കി അയച്ചത്. നമ്പൂതിരി പരിവാരസമേതം പാണ്ഡ്യയിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങും വഴി ദക്ഷിണ തിരുവിതാംകൂറിലെത്തി. ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള വനപ്രദേശത്ത് നിന്ന് ഒരാർത്തനാദം കേട്ടു. ദയാലുവായ നമ്പൂതിരി പരിവാരങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നതാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, "ഏയ്, നിങ്ങൾ എന്തിനാണ് ഏകാന്തമായ ഈ വനപ്രദേശത്ത് വന്നിരുന്ന് കരയുന്നത്?" "ഞാനൊരു ചണ്ടാലിയാണ്. പതിവായി ഈ പ്രദേശത്ത് നിന്ന് പുല്ലറുത്തു കൊണ്ടുപോയി വിറ്റ് കിട്ടുന്നത് കൊണ്ടാണ് നിത്യവൃത്തി കഴിക്കുന്നത്. ഇന്നും ഞാൻ പുല്ലറുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അബദ്ധവശാൽ എൻ്റെ അരിവാൾ ഒരു ശിലാവിഗ്രഹത്തിൽ തട്ടി മുറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായി. അത് കണ്ട് ഭയന്നാണ് ഞാൻ കരഞ്ഞുപോയത്. എവിടെയാണത്? കാട്ടിത്തരൂ," നമ്പൂതിരി ആവശ്യപ്പെട്ടു. ചണ്ടാലി പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. മുട്ടട്ടം വളർന്നു നിൽക്കുന്ന പുല്ല് ഭൃത്യന്മാരെ കൊണ്ട് മാടിയൊതുക്കിച്ചുകൊണ്ട് നമ്പൂതിരി മുന്നോട്ടു ചെന്നു. അങ്ങനെ പുല്ല് മാറ്റിയപ്പോൾ പഞ്ചശിരസുള്ള ഒരു സർപ്പവിഗ്രഹം കണ്ടു. അതിന്റെ തല അല്പം മുറിഞ്ഞ് അപ്പോഴും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. നമ്പൂതിരി തന്റെ മന്ത്രശക്തി കൊണ്ട് രക്തപ്രവാഹം നിർത്തുകയും ചണ്ടാലിയെ സാന്ത്വനപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്തു. നമ്പൂതിരി സമീപസ്ഥരായ ഏതാനും ആളുകളെ വിളിച്ചു കാര്യം ഗ്രഹിപ്പിച്ചു. അവരെ കൊണ്ട് തൽക്കാലം വേണ്ടുന്ന ഉപകരണങ്ങൾ വരുത്തിച്ചു. ആ നാഗപ്രതിമയ്ക്ക് 5 പേർ കൂടി പുണ്യാഹം കഴിക്കുകയും പാമ്പുമേക്കാട്ട് നമ്പൂതിരി ഒരു പൂജ നടത്തുകയും ചെയ്തു. നമ്പൂതിരി ആ ദേശത്തെ പ്രധാനന്മാരെയൊക്കെ കണ്ട് നാഗപ്രതിമ കണ്ട വിവരം അറിയിച്ചു. ഏറ്റവും തപശക്തിയുള്ള ഒരു ദിവ്യൻ പ്രതിഷ്ഠിച്ച നാഗപ്രതിമയാണതെന്ന് നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടാണ് രക്തപ്രവാഹമുണ്ടായതെന്നും നമ്പൂതിരി വിശദീകരിച്ചു. ഈ വിഗ്രഹത്തെ യഥായോഗ്യം പൂജിക്കുകയും വന്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നാഗരാജാവ് സന്തോഷിക്കുമെന്നും അങ്ങനെ ആ ദേശക്കാർക്ക് ശ്രേയസ്സുണ്ടാകുമെന്നും നമ്പൂതിരി പറഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം അത് വിശ്വാസമായി. ജനങ്ങളുടെ സഹായത്തോടെ നമ്പൂതിരി ആ സ്ഥലത്തെ കാടും പുല്ലുമെല്ലാം വെട്ടിമാറ്റി ജനസഞ്ചാര യോഗ്യമാക്കി തീർത്തു. നാഗപ്രതിമയ്ക്ക് മഞ്ഞും മഴയും വെയിലുമേൽക്കാതിരിക്കത്തക്കവണ്ണം അവിടെ ഒരു മേൽപ്പുരയും കെട്ടിച്ചു. പാണ്ഡ്യരാജാവ് കൊടുത്ത പണം ധാരാളമായി നമ്പൂതിരിയുടെ കയ്യിലുണ്ടായിരുന്നതിനാൽ അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യത്തിനും പണം ചിലവാക്കിയിരുന്നത്. ജനങ്ങളുടെ സഹായം വാക്കുകൊണ്ടും ദേഹം കൊണ്ടുമായിരുന്നു. നാഗർക്ക് ഓല കൊണ്ടാണെങ്കിലും കുടിലുപോലെ ഒരു കോവിൽ അവിടെ ഉണ്ടാക്കിയപ്പോൾ അതിനെ എല്ലാവരും നാഗർകോവിൽ എന്നു പറഞ്ഞു തുടങ്ങി. കാലക്രമേണ ആ ദേശത്തിന്റെ പേര് നാഗർകോവിൽ എന്നായി തീരുകയും ചെയ്തു. അക്കാലത്ത് നാഗർകോവിൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു.
പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരി തന്നെ പതിവായി ആ കോവിലിൽ പൂജ നടത്തിയതിനാൽ അവിടെ നാഗരാജാവിന്റെ സാന്നിധ്യവും ചൈതന്യവും വളരെയേറെ വർദ്ധിച്ചു. ആ ദേശക്കാരെല്ലാം നാഗരാജാവിനെ തങ്ങളുടെ പരദേവതയായി സങ്കല്പിച്ച് ആചരിക്കുകയും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടങ്ങി അവരെയെല്ലാം നാഗരാജാവ് കനിഞ്ഞനുഗ്രഹിച്ചതിനാൽ നാഗർകോവിലിന്റെ പ്രസിദ്ധി എല്ലായിടത്തും വ്യാപിച്ചു. അന്യദേശക്കാരായ ജനങ്ങളും കണക്കില്ലാതെ അവിടെ വന്നു തുടങ്ങി. വഴിപാടുകളും സീമാതീതമായി വർദ്ധിച്ചു. അവിടെ മണ്ണിന് നല്ല ഈർപ്പമുണ്ട്. എന്നാൽ ഇതിനോടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ കുഴിച്ചാൽ പോലും ഒട്ടും ജലമയം കാണാനില്ല. ഈ പ്രതിമയിരിക്കുന്ന സ്ഥലത്തെ മണ്ണ് രക്തവർണ്ണമായാണ് കാണപ്പെടുന്നത്. നാഗാരാജാവിൻ്റെ ഒരു ശിരസ്സു മുറിഞ്ഞപ്പോൾ പ്രവഹിച്ച രക്തം വീണാണ് മണ്ണ് ചുവന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഈ മണ്ണാണ് അവിടെ ദർശനത്തിനെത്തുന്നവർക്ക് പ്രസാദമായി നൽകുന്നത്. ദിവസവും ഇതിനായി ഇവിടെ നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ഈ മണ്ണ് സിദ്ധൌഷധമാണത്രേ. ഈ പ്രസാദം വാങ്ങാനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും അനേകം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അത്ഭുതകരമായ ഒരു സംഗതി കൂടിയുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് പ്രസാദമായി കൊടുക്കാൻ വളരെയധികം മണ്ണെടുക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലം കുഴിയായി മാറുന്നില്ല. അവിടെ നിന്ന് എടുക്കുന്നിടത്തോളം മണ്ണ് അടുത്ത ദിവസം അവിടെ താനേ ഉണ്ടായിക്കൊള്ളും. പിന്നെ നാഗർകോവിലിലെ ക്ഷേത്രകാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത് നമ്പൂതിരിയുടെ പുത്രന്മാരും പൗത്രിമാരുമൊക്കെയാണ്. പൂജയ്ക്ക് നമ്പൂതിരിക്ക് പകരം വേറെ ആളെ നിയമിക്കുകയും ചെയ്തു. ക്രമേണ ഇല്ലത്തുള്ളവർ ആണ്ടിലൊരിക്കലുള്ള ഉത്സവത്തിന് മാത്രം അവിടെ പോവുകയും ഉത്സവ പൂജകളും മറ്റും നടത്തിയിട്ട് മടങ്ങിപ്പോരുകയും പതിവായി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ സർക്കാർ ആ ക്ഷേത്രം ഏറ്റെടുത്തു. അതിനുശേഷം പാമ്പുമ്മേക്കാട്ടില്ലക്കാർക്ക് അവിടെ തന്ത്രം മാത്രമായി തീർന്നു. ഉത്സവത്തിന് പാമ്പുമ്മേക്കാട്ടില്ലത്തുള്ളവർ ആരെങ്കിലും പോവുകയും തന്ത്രം നടത്തുകയും അതിനുള്ള അനുഭവങ്ങൾ വാങ്ങുകയും ചെയ്തു വരുന്നു. വർഷങ്ങൾക്ക് ശേഷം നാഗർകോവിൽ കേരളത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്തു. ഒരു കാലത്ത് പൂർവാചാരങ്ങളിലും പൂർവികരുടെ ഉപദേശങ്ങളിലും പ്രതിപത്തിയും വിശ്വാസവും ഇല്ലാത്തൊരു നമ്പൂതിരി പാമ്പുമ്മേക്കാട്ടില്ലത്തുണ്ടായി. അദ്ദേഹത്തിന് കുലപരദേവതകളായ നാഗരാജാവിലും നാഗയക്ഷിയിലും ഭക്തിയും കുറവായിരുന്നു. അദ്ദേഹം ഒരടിയന്തിരം ഇല്ലത്തുവെച്ച് തന്നെ നടത്താനൊരുങ്ങി. നെടുമ്പുരയ്ക്ക് തൂണിടാൻ കുഴികളെടുത്തപ്പോൾ മണ്ണിനടിയിലുണ്ടായിരുന്ന ചില പാമ്പിൻ മുട്ടകൾ പൊട്ടുകയും സർപ്പങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും ഉണ്ടായി. അപ്പോഴേക്കും പാമ്പുകൾ കൂട്ടത്തോടെ ഇളകി പുറപ്പെട്ടു. ഇല്ലത്തിനകത്തും പുറത്തും മുറ്റത്തും പറമ്പിലും സർവത്ര പാമ്പുകൾ നിറഞ്ഞതിനാൽ അവിടെ അരിവയ്ക്കാനും ഊണ് കഴിക്കാനുമൊന്നും നിവർത്തിയില്ലാതെയായി. പുരകെട്ടാനും മറ്റും വന്ന കൂലിപ്പണിക്കാർ പേടിച്ചു പടിക്കകത്തു കടക്കാതെയുമായി. നമ്പൂതിരി വല്ലാത്ത ദുർഘടാവസ്ഥയിലായി. ഒടുവിൽ പ്രശ്നവിധി പ്രകാരം നമ്പൂതിരി ചെയ്ത അക്രമപ്രവർത്തികൾക്കെല്ലാം പ്രതിവിധികളും പ്രായശ്ചിത്തങ്ങളും ചെയ്തതിനു ശേഷമാണ് പാമ്പുകൾ ഒതുങ്ങിയത്. പിന്നെ അടിയന്തിരം ഉപഭവനത്തിൽ വെച്ചാണ് നടത്തിയത്. അതിനുശേഷം അവിടെ ആരും മുൻപതിവിനു വിരോധമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അബദ്ധം പ്രവർത്തിച്ച നമ്പൂതിരി ക്രമേണ ആധിയും വ്യാധിയും പിടിപെട്ട് മരണമടയുകയും ചെയ്തു. കേരളത്തിൽ സർപ്പബലി നടത്തുക, സർപ്പക്കാവ് മാറ്റുക തുടങ്ങിയവ ചെയ്യാനുള്ള അധികാരം പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരിക്കു മാത്രമേ ഉള്ളൂ. അതിനാൽ ഓരോ വർഷവും ആ ഇല്ലത്തുള്ളവർ ചെല്ലേണ്ടതായ നിരവധി സ്ഥലങ്ങളുണ്ട്. എല്ലായിടത്തും അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ അവരുടെ ആൾപേരായിട്ട് മറ്റു നമ്പൂതിരിമാരെ അയച്ചാണ് ആവശ്യങ്ങൾ നടത്തിക്കുന്നത്. സർപ്പങ്ങൾ പാമ്പുമ്മേക്കാട്ടില്ലക്കാരുടെ പരദേവതമാർ മാത്രമല്ല, കാവൽക്കാർ കൂടിയാണ്. അവർ ആ ഇല്ലത്തേക്ക് ധാരാളം ധനം വരുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പുല്ലുപോലും അന്യർ കൊണ്ടുപോകാതെ അവർ കാത്തുസൂക്ഷിക്കുന്നുമുണ്ട്. ഒരിക്കൽ ചേകണ്ണൻ എന്നു പ്രസിദ്ധനായ ഒരു കൊള്ളത്തലവനും കൂട്ടുകാരും കൂടി പല സ്ഥലങ്ങളിലും കൊള്ള നടത്തി ഒട്ടേറെ പണവും പണ്ടങ്ങളും ചാക്കുകളിൽ കെട്ടിച്ചുമന്നുകൊണ്ട് പോകും വഴി പാമ്പുമ്മേക്കാട്ടില്ലത്തിലും കയറി. കൊണ്ടുവന്ന ചാക്കുകെട്ടുകൾ ഒരിടത്തു വെച്ചിട്ട് ഇല്ലത്തിൽ പണമായും പണ്ടമായും ഉണ്ടായിരുന്നതെല്ലാം കൈക്കലാക്കിക്കൊണ്ട് പുറത്തു വന്നു. അവർ കൊണ്ടുവന്നിരുന്ന ചാക്കുകെട്ടുകൾ കരികെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കെട്ടുകൾക്കുമീതെ ഓരോ നാഗവീരന്മാർ പത്തി വിടർത്തിക്കൊണ്ടു നിൽക്കുന്നു. ആ ചുമടുകൾ ഉപേക്ഷിച്ച് ഇല്ലത്തു നിന്നെടുത്ത വസ്തുക്കളും കൊണ്ട് സ്ഥലം വിടാമെന്ന് കരുതി തിരിഞ്ഞപ്പോൾ ഒട്ടേറെ പാമ്പുകൾ പട്ടാളക്കാരെ പോലെ മുമ്പിൽ വന്നു നിരന്നു. എങ്ങോട്ടു തിരിഞ്ഞാലും അവിടെല്ലാം പാമ്പുകൾ മുമ്പോട്ടും പിമ്പോട്ടും പോകാനാവാതെ അവർക്കവിടെ തന്നെ നിൽക്കേണ്ടി വന്നു.
വെളുപ്പാൻ കാലത്ത് ഗൃഹസ്ഥൻ നമ്പൂതിരി ഒരു വിളക്കുമായി കുളിക്കാനിറങ്ങിയപ്പോഴാണ് മുറ്റത്ത് ചിലർ നിൽക്കുന്നത് കണ്ടത്. ആരാണത്? നമ്പൂതിരി അടുത്തേക്ക് ചെന്നു. ഉടനെ മോഷ്ടാക്കൾ നമ്പൂതിരിയുടെ കാൽക്കൽ വീണു വന്നിച്ചു. അവർ പരമാർത്ഥങ്ങളൊക്കെ പറയുകയും സദയം വിട്ടയക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. നിങ്ങൾ കൊണ്ടുവന്നതും ഇവിടെ നിന്നെടുത്തതുമെല്ലാം അവിടെ വെച്ചിട്ട് പോയിക്കൊള്ളുവീൻ. നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല. നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടയുടൻ അവർ ഒന്നും എടുക്കാതെ യാത്രയായി. അപ്പോൾ അവിടെ എങ്ങും ഒരു പാമ്പിനെ പോലും കണ്ടില്ല. മോഷ്ടിച്ചതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ജീവൻ രക്ഷിക്കാനായല്ലോ എന്ന ആശ്വാസമായിരുന്നു ആ മോഷ്ടാക്കൾക്ക്. പാമ്പും മേക്കാട്ട് നമ്പൂതിരിമാരിൽ ഒരാൾ ഒരിക്കൽ നാഗർകോവിലിലേക്കുള്ള യാത്രക്കിടയിൽ അമ്പലപ്പുഴയിലെത്തി. രാത്രിയിൽ നമ്പൂതിരി കിഴക്കേ നടയിലുള്ള കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പാമ്പിനെ അറിയാതെ ചവിട്ടി. സർപ്പം നമ്പൂതിരിയുടെ കാലിൽ ആളറിയാതെ ഒരു കടിയും കൊടുത്തു. ഉടനെ നമ്പൂതിരി ആഗതമായി പറഞ്ഞു, "ഓ, ഒരു വിദ്വാൻ നമ്മെ പിടികൂടിയെന്നോ? സാധു ആളറിയാതെയാണ് കടിച്ചത്. അതിൻ്റെ വിഷം ഇറക്കിയില്ലെങ്കിൽ ആ സാധു ചത്തുപോകുമല്ലോ." നമ്പൂതിരി ഒരാളിനെ വിളിച്ച് തഹസീൽദാരെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ ഓടിച്ചെന്ന് മതിൽക്കെട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്ന തഹസീൽദാരോട് പറഞ്ഞു, "പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരി അന്വേഷിക്കുന്നു." തഹസീൽദാർ ഉടൻ തന്നെ നമ്പൂതിരിയുടെ അടുത്തെത്തി. അദ്ദേഹം സംഗതി വിവരിച്ചു. ഇടങ്ങഴി പാലും 2 ഇളനീരും 3 ഉരുളിയും വേഗം എത്തിച്ചാൽ ആ സാധുവിനെ രക്ഷിക്കാം. തഹസീൽദാർ നമ്പൂതിരി ആവശ്യപ്പെട്ട സാധനങ്ങൾ ക്ഷണത്തിൽ അവിടെ വരുത്തിക്കൊടുത്തു. നമ്പൂതിരി 3 ഉരുളികളും മലർത്തിവെച്ചു. പാൽ, ഇളനീർ, ശുദ്ധജലം എന്നിവ ഓരോന്നിലും ഒഴിച്ചുവെച്ചു. നമ്പൂതിരിയെ കടിച്ച പാമ്പ് കുളക്കടവിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച ശേഷം പാമ്പിനോട് പറഞ്ഞു, "വിഷം വല്ലാതെ ബാധിച്ചതിനാൽ ഇഴയാൻ വയ്യാതെയായി. സാരമില്ല, ഈ ഉരുളിയിലെ പാലിൽ ഇറങ്ങിക്കിടക്കുക." അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പാമ്പ് ഇഴഞ്ഞുവന്ന് പാലിനകത്തിറങ്ങിക്കിടന്നു. നിമിഷനേരത്തിനുള്ളിൽ പാല് കരി കലക്കിയതുപോലെ കറുത്തു. ഉടനെ നമ്പൂതിരി പറഞ്ഞു, "ഇനി ഇളനീർ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്ക്." പാമ്പ് അങ്ങനെ ചെയ്തു. ആ വെള്ളവും വല്ലാതെ കറുത്തു. ഇപ്പോൾ വിഷമെല്ലാം പോയിരിക്കുന്നു. ഇനി ഉരുളിയിലെ ശുദ്ധജലത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കൊള്ളുക. പാമ്പ് ശുദ്ധജലത്തിൽ ഇറങ്ങി. അതോടെ അതിൻ്റെ അവശതയെല്ലാം മാറി. പാമ്പ് കടവിന് തെക്കുവശത്ത് നിൽക്കുന്ന ആലിൻ്റെ മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരി പാമ്പ് കടിച്ച ഭാഗത്ത് പറ്റിയിരുന്ന ചോര കുളത്തിലിറങ്ങി കഴുകിക്കളഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയി. അദ്ദേഹത്തെ വിഷം ബാധിച്ചതേയില്ല. എന്നാൽ ചില പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരിമാർ പാമ്പിന്റെ കടിയേറ്റാൽ മുറിവ് കഴുകിക്കളയുമെന്നല്ലാതെ പാമ്പിനെ ബാധിച്ച വിഷം ഇറക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ പാമ്പുകൾ ചത്തുപോവുകയാണുണ്ടായത്. കാർത്തികപ്പള്ളി താലൂക്കിൽ ഏവൂർ എന്ന സ്ഥലത്തെ പനവേലിൽ ഉണ്ണിക്കൊരു സർപ്പക്കാവുണ്ടായിരുന്നു. അതോട് ചേർന്നുള്ള കാട് വളർന്ന് പുരയിടത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവനുമായി സർപ്പക്കാവിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ആ കാട് വെട്ടിക്കളയാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ പ്രദേശങ്ങളിൽ തെങ്ങ് കൃഷി ചെയ്താൽ നല്ല ആദായം കിട്ടുമെന്നറിയാമെങ്കിലും കാടുമൂലം തെങ്ങ് വെച്ച് പിടിപ്പിക്കാൻ നിവർത്തിയുണ്ടായിരുന്നില്ല. ആയിടയ്ക്ക് അടുത്തുള്ള ഒരു എംബ്രാന്തിരിയുടെ മഠത്തിൽ സർപ്പകോപശാന്തിക്കും സർപ്പബലി തുടങ്ങിയവയ്ക്കുമായി പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരി വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പനവേലി തറവാട്ടിലെ കാരണവനും വയോവൃദ്ധനുമായ ഉണ്ണി അവിടേക്ക് ചെന്നു. ഉണ്ണി തൻ്റെ പറമ്പിലെ കാടിൻ്റെ കാര്യവും അത് വെട്ടിത്തെളിച്ച് തെങ്ങ് കൃഷി നടത്താനുള്ള പരിഹാരമുണ്ടാക്കി തരണമെന്ന് ഉണ്ണി നമ്പൂതിരിയോട് അപേക്ഷിച്ചു. "അതിനെന്തെല്ലാമാണ് വേണ്ടത്? എപ്പോഴാണ് അവിടത്തേക്ക് സൗകര്യം?" ഉണ്ണി ചോദിച്ചു. "അതിനധികമൊന്നും വേണ്ടതായിട്ടില്ല. ഒരു പൂജയ്ക്ക് വേണ്ടതെല്ലാം വേണം. നിവേദ്യം പാൽപ്പായസമായാൽ കൊള്ളാം. 100 പാലും വേണം. തറ്റുടുക്കാൻ ഒരു വസ്ത്രവും വേണം. നാളെ ഉച്ചതിരിഞ്ഞ് തന്നെ അത് നടത്തിക്കളയാം." ഉണ്ണി നമ്പൂതിരി പറഞ്ഞ പ്രകാരമെല്ലാം വട്ടം കൂട്ടിയിട്ട് അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞപ്പോൾ എംബ്രാന്തിരിയുടെ മഠത്തിൽ ചെന്നു. അപ്പോൾ പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരി ഊണ് കഴിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നു. പിന്നെ നന്നായി ഒന്ന് മുറുക്കി. അതിനുശേഷം പരികർമ്മിയായ നമ്പൂതിരിയെയും കൂട്ടി ഉണ്ണിയോടൊപ്പം പനവേലി തറവാട്ടിലേക്ക് പുറപ്പെട്ടു. നമ്പൂതിരി അവിടെ ഇരുന്ന് വീണ്ടും മുറുക്കി. അപ്പോഴേക്കും പരികർമ്മിയായ നമ്പൂതിരി നിവേദ്യം വയ്ക്കുകയും പൂജയ്ക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കുകയും ചെയ്തു. പാമ്പുമേക്കാട്ട് നമ്പൂതിരി കുളക്കടവിൽ ചെന്ന് വസ്ത്രവും എടുത്ത് തറ്റെടുത്തു.
കാൽ കഴുകി ആചമിച്ച് കൗപീനം നനച്ചു പിഴിഞ്ഞുകൊണ്ട് സർപ്പക്കാവിലെത്തി. കൗപീനം ഉണങ്ങാനായി സർപ്പക്കാവിന്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് സർപ്പത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ മുമ്പിലിരുന്ന് പൂജയും 100 പാലും മറ്റും നടത്തി. പിന്നെ ഉണ്ണിയെ വിളിച്ചു. ഈ നാഗപ്രതിമ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലത്ത് 12 അടി സമചതുരത്തിലുള്ള സ്ഥലമൊഴിച്ച് ശേഷമുള്ള കാടെല്ലാം വെട്ടിക്കളയുന്നതിന് വിരോധമില്ല. അതിനുശേഷം പാമ്പുമേക്കാട്ട് നമ്പൂതിരി തന്നെ 12 അടി സമചതുരത്തിന് പുറത്തുള്ള ഓരോ കാട്ടുചെടി മുറിച്ചു കളയുകയും ചെയ്തു. എങ്കിലും ഉണ്ണിക്ക് നമ്പൂതിരിയുടെ പ്രവൃത്തികളിൽ അത്ര തൃപ്തി തോന്നിയില്ല. പാമ്പുമേക്കാട്ട് നമ്പൂതിരിക്ക് 16 പണവും പരികർമ്മിക്ക് 4 പണവും മാത്രമേ ഉണ്ണി ദക്ഷിണയായി നൽകിയുള്ളൂ. അവരത് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു. അന്ന് സന്ധ്യയായപ്പോൾ സർപ്പക്കാവിൽ നിന്ന് പലതരത്തിലുള്ള അസംഖ്യം സർപ്പങ്ങൾ ഇറങ്ങി ഉണ്ണിയുടെ ഗൃഹത്തിനകത്തും പുറത്തും നിറഞ്ഞു. അവിടെയുള്ളവരെല്ലാം പേടിച്ചു പുറത്തിറങ്ങി. സർപ്പങ്ങൾ നിറഞ്ഞത് കാരണം അവിടെ വിളക്ക് കൊളുത്തുന്നതിനും അത്താഴം വയ്ക്കുന്നതിനുമൊന്നും നിവർത്തിയില്ലാതായി. കുടുംബകാരണവനായ ഉണ്ണി ഭയപരവശനായി വ്യസനത്തോടെ മഠത്തിലേക്കോടി. പാമ്പുമേക്കാട്ട് നമ്പൂതിരി അപ്പോൾ സന്ധ്യാവന്ദനം കഴിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ ഉണ്ണി പരികർമ്മിയായ നമ്പൂതിരിയോട് വിവരമെല്ലാം പറഞ്ഞു. ആ നമ്പൂതിരി ഉണ്ണിയോട് പറഞ്ഞു, പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരിമാർ ഒരു സ്ഥലത്ത് ചെന്നു. സർപ്പത്തിന് ഒരു പൂജ മാത്രം കഴിച്ചാലും 16 പണം മാത്രമായിട്ട് ആരും ദക്ഷിണ ചെയ്യാറില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തത് അല്പം പോരായ്മയായിപ്പോയി. അതുകൊണ്ട് പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരിമാർ പണത്തിന് ആരോടും കണക്ക് പറയുകയോ വഴക്കുണ്ടാക്കുകയോ പതിവില്ല. കുറച്ചു കൊടുത്താലും കൂടുതൽ കൊടുത്താലും സന്തോഷം തന്നെ. പക്ഷേ വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അവരുടെ പരദേവതമാർക്ക് തൃപ്തിയാവുകയില്ല. അതുകൊണ്ടായിരിക്കും അവർ കൂട്ടത്തോടെ ഇളകിയത്. അത് കേട്ടപ്പോൾ ഉണ്ണിക്ക് പശ്ചാത്താപം തോന്നി. അദ്ദേഹം ഉടനെ വീട്ടിലേക്കോടി. 50 രൂപയും കുറെ വെറ്റിലയും പാക്കുമെടുത്ത് വീണ്ടും എമ്പ്രാന്തിരിയുടെ മഠത്തിലെത്തി. പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരി ജപം കഴിഞ്ഞ് പുറത്തു വന്നയുടൻ ഉണ്ണി രൂപയും വെറ്റിലയും പാക്കും നമ്പൂതിരിയുടെ പാദത്തിൽ കൊണ്ടുവച്ച് വന്ദിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പൊന്നു തിരുമേനി, രക്ഷിക്കണം. അവിടെയെല്ലാം പാമ്പുകൾ നിറഞ്ഞിരിക്കുന്നു. ഇതുവരെ അവിടെ വിളക്ക് കൊളുത്തുക പോലും ചെയ്തിട്ടില്ല. ആ പറമ്പിലെല്ലാം യഥേഷ്ടം സഞ്ചരിച്ചിരുന്നവരെയെല്ലാം കൂടി ആ 4 കോൽ സമചതുരത്തിലുള്ള സ്ഥലത്ത് ഒതുങ്ങി താമസിക്കാനാണല്ലോ ഏർപ്പാട് ചെയ്തത്. അതുകൊണ്ട് ഒരു സ്വൈത സഞ്ചാരം നടത്തിയിട്ട് അവർക്ക് നിശ്ചയിച്ച സ്ഥലത്ത് പോയി താമസിച്ചു കൊള്ളാമെന്ന് വിചാരിച്ചായിരിക്കും ഇവ ഇറങ്ങി പുറപ്പെട്ടത്. അത് സാരമില്ല, ഉണ്ണി പോയിക്കോളൂ. ഇനി അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തിന് പുറത്ത് ആരെയും കാണുകയില്ല. ഉണ്ണി സമാധാനത്തോടെ മടങ്ങി. ഗൃഹത്തിലെത്തിയപ്പോൾ അവിടെ എങ്ങും ഒരു പാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിൽ പിന്നെ അവിടെ എങ്ങും ഒരു പാമ്പിനെയും കാണാറുമില്ല. 12 അടി സമചതുരത്തിലുള്ള ഒരു ചെറിയ സർപ്പക്കാവ് മാത്രമേ പിന്നീട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വെട്ടിത്തെളിച്ച് തെങ്ങുവെച്ച് പിടിപ്പിച്ചു. പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരിയും അവരുടെ പരദേവതകളായ സർപ്പങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢതരമായിരുന്നു എന്ന് ഈ കഥകളിൽ നിന്ന് ഊഹിക്കാമല്ലോ. വാസുകി കനിഞ്ഞു നൽകിയ അനുഗ്രഹം ആ കുടുംബം തലമുറകളായി അനുഭവിച്ചു വരികയാണ്.